വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21 അധ്യായത്തിലെ 34 മുതൽ 36 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം. ഈ ലോകത്തിലെ ഉല്ലാസങ്ങളിലും മദ്യപാനത്തിലും ലൗകിക ജഡിക മോഹങ്ങളിലും ജീവിത വ്യഗ്രതകളിലും നമ്മുടെ ഹൃദയങ്ങൾ മന്ദീഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്ന ക്രിസ്തുവിൻ്റെ ശക്തമായ താക്കീത് നമ്മുടെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ്. ആധുനിക ലോകത്തിൻ്റെ പാപകരമായ പ്രവണതകളിലും സുഖലോലുപതയിലും ദൈവത്തെ മറന്നുള്ള ജീവിതശൈലിയിലും അകപ്പെട്ട് നാം നമ്മുടെ ആത്മീയമായ ജാഗ്രത കൈവിട്ട് കളയുന്നു സഹോദരങ്ങളെ. കർത്താവിൻ്റെ രണ്ടാം വരവിനായുള്ള ഒരുക്കത്തിൽ നാം അലംഭാവം കാണിക്കരുത്. അവിടുന്ന് ഏതു നിമിഷവും ഒരു കെണി പോലെ നമ്മിലേക്ക് ഇറങ്ങി വരാം എന്ന സത്യം നാം മറക്കരുത്. പാപത്തിൻ്റെ വഴികൾ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് പാടെ അകറ്റുന്നു. നൈമിഷികമായ സുഖങ്ങൾ തേടി പരക്കം പായുന്ന ആധുനിക മനുഷ്യൻ ആത്മീയ ദാരിദ്ര്യത്തിലേക്ക് വീഴുന്നു. എപ്പോഴും പ്രാർത്ഥിച്ചും ജാഗരൂകരായും ഇരിക്കുവീൻ എന്ന ക്രിസ്തുവിൻ്റെ ആഹ്വാനം തിന്മയുടെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ആത്മീയ ശക്തി നമുക്ക് നൽകുന്ന വചനമാണ്, ആഹ്വാനമാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ ദൈവം നമ്മിൽ വസിക്കാൻ നാം അവിടുത്തേക്ക് ഇടം നൽകണം. നമ്മുടെ ഹൃദയങ്ങളെ ലൗകിക ചിന്തകളിൽ നിന്ന് വിമുക്തമാക്കി പ്രാർത്ഥനയിലൂടെ ദൈവവുമായി ആഴമായ ബന്ധം സ്ഥാപിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. ഈ നിമിഷം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ രണ്ടാം വരവിനായി കാത്തിരിക്കുക എന്നത് ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ്. ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന പ്രത്യാശയുടെ സന്ദേശം വളരെ വളരെ വലുതാണ് സഹോദരങ്ങളെ. ഈ ലോകത്തിലെ ക്ലേശങ്ങളെയും പരീക്ഷണങ്ങളെയും നേരിടാൻ അവിടുന്ന് തീർച്ചയായും നമ്മെ ശക്തരാക്കും. അവിടുന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ നാം ചോദിച്ചാൽ അധികമായി നൽകി അനുഗ്രഹിക്കും. അതുകൊണ്ട് മനം മടുക്കാതെ പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിലനിൽക്കാം. സകലതും സഹിച്ച് മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കാൻ നാം യോഗ്യരാകേണ്ടതിനായി ജാഗ്രതയോടെ വർത്തിക്കാം, കാത്തിരിക്കാം. നമ്മുടെ കർത്താവ് നമ്മെ അവൻ്റെ കൃപയാൽ നിറയ്ക്കട്ടെ. ആമേൻ.